മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. ജനറൽ ആശുപത്രി OP ആരംഭിക്കുന്നതിനായി താൽക്കാലിക സൗകര്യം ഒരുക്കാൻ തയ്യാറാണെന്ന് നഗരസഭ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് താൽക്കാലിക സൗകര്യം ആവശ്യപ്പെട്ടത് പ്രകാരം OP തുടങ്ങാൻ നഗരസഭ ടൗൺ ഹാൾ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അടിയന്തരമായിട്ട് ഒരു കൗൺസിൽ കൂടി തിങ്കളാഴ്ച ഒരു കൗൺസിൽ കൂടി നമ്മുടെ നിലവിലുള്ള ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ ടൗണാണ് കൊടുക്കാന്നുള്ള തീരുമാനത്തിന് വേണ്ടി നമ്മൾ കൗൺസിൽ വെച്ചിട്ടുണ്ട്. ആ കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ ഈ ടൗണാണ് താൽക്കാലികമായി OP തുടങ്ങുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. തുടർന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥിരം സംവിധാനം വെക്കുന്നതിനുള്ള ശ്രമം നടത്തുക. കിട്ടിയ ഉടനെ കെട്ടിടവും മറ്റു കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ HMC രൂപീകരിച്ച് നഗരസഭ അതിന്റെ കാര്യങ്ങൾ നോക്കാനും തയ്യാറാണെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭ പലതവണ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ നിന്നും സൗകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറാണോ എന്നാവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിട്ടുണ്ട്. 2021 ജൂൺ 14 ചേർന്ന കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ താൽക്കാലിക സൗകര്യം ഒരുക്കുന്നതിന് സന്നദ്ധമാണെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്താൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമായതുകൊണ്ടും പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയമായതുകൊണ്ടും ജനറൽ ആശുപത്രിക്ക് വേണ്ടി താൽക്കാലിക OP തുടങ്ങുന്നതിന് മെഡിക്കൽ കോളേജിനോട് തൊട്ടടുത്തുള്ള നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ടൗൺ ഹാൾ വിട്ടു നൽകുന്നതിന് നഗരസഭ തയ്യാറാണെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേരത്തെ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 4 വർഷം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പിൽ നിന്നും മറുപടി ലഭിച്ചിട്ടില്ല. ഡയറക്ടർക്ക് വീണ്ടും കത്ത് നൽകുന്നതിനായാണ് DMO നഗരസഭയിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. DMOയുടെ കത്ത് ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച രാവിലെ 11 അടിയന്തരമായി കൗൺസിൽ യോഗം ചേരുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ ജനതാൽപര്യം മുൻനിർത്തി അടിയന്തര തുടർ നടപടികൾ ഉണ്ടാകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം പുതുക്കൊള്ളി, വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ യാഷിഖ് മേച്ചേരി, കൗൺസിലർമാരായ കണ്യൻ അബൂബക്കർ, ഹുസൈൻ മേച്ചേരി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KKB മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.